പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ. ക്രിസ്തുവിൽ പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് സഭ വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്കിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ്. വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക ഈശോയുടെ തിരുഹൃദയമാണ്. തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാൻ യേശു തന്നെ തിരഞ്ഞെടുത്ത ഒരു സന്ദേശവാഹകയാണ് വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്ക്. 17-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക വിശ്വാസം പലയിടങ്ങളിലും ക്ഷയിച്ച സമയത്ത് തിരുഹൃദയ ഭക്തിയിലൂടെ വിശ്വാസം ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് ഫ്രാൻസിലെ മർഗരീത്ത മറിയത്തെ യേശുനാഥൻ തന്നെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ മർഗരീത്ത മറിയം ഒരു വിസിറ്റേഷൻ സന്യാസിനി ആവുകയും ഒത്തിരി പ്രാവശ്യം യേശു തൻ്റെ തിരുഹൃദയം കാണിച്ചു കൊടുത്തുകൊണ്ട് മനുഷ്യമക്കളോടുള്ള ഏറ്റവും സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയം, ആ ഹൃദയത്തെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിൻ്റെ രക്ഷാകര മൂല്യം ഒക്കെ വെളിപ്പെടുത്തി തരികയും അങ്ങനെ ആദ്യ വെള്ളിയാഴ്ച ഭക്തിയും തിരുഹൃദയ പ്രതിഷ്ഠയും തിരുഹൃദയ ഭക്തിയും ഒക്കെ നമുക്ക് ലഭിച്ചത് ഈ വലിയ വിശുദ്ധയുടെ മാധ്യസ്ഥ്യം വഴിയാണ്. ആകയാൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മളുടെ സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയമാണ് വിശുദ്ധ കുർബാനയിൽ നാം സ്വീകരിക്കുന്നത്. കുർബാനയിലെ അപ്പം യേശുവിൻ്റെ ശരീരമായി മാറുകയും അതിൻ്റെ അത്ഭുതങ്ങൾ നടന്നെടുത്തെല്ലാം അത് ഈശോയുടെ ഹൃദയത്തിൻ്റെ മാംസമാണെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ദാനം. വിശുദ്ധ മർഗരീത്ത മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുഹൃദയ ഭക്തിയിൽ വളരുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിക്കാം. ഇന്നത്തെ ബലിയിൽ ജന്മദിനം ആഘോഷിക്കുന്ന സ്മിത സിബി പുളിയമ്പള്ളി കർത്താവിന് നന്ദി പറയുന്നു. ഒപ്പം നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദര മെൽവിൻ കപ്പലടിക്കൽ, സിഗ്ബർട്ട് ഡിക്കോത്തോ, രാജേഷ് സേവിയർ ഓടത്തക്കൽ, സെബാസ്റ്റ്യൻ ക്രോസ്, തോമസ് ഡിസിൽവ, ജോസഫ് ജോർജ് കുരിശുപറമ്പിൽ, ബിയാട്രിസ വർഗീസ് വലിയ വീട്ടിൽ എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം സകല മാലാഖമാരുടെയും മാധ്യസ്ഥ്യം അപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ മാർഗരീത്ത മറിയം അലക്കോക്കിനെ
അങ്ങ് പരിപൂരിതയാക്കിയ ചൈതന്യം ഞങ്ങളുടെ മേലും ചൊരിയണമേ. അങ്ങനെ സർവജ്ഞാനത്തിനും അതീതമായ ക്രിസ്തുവിൻ്റെ സ്നേഹമറിയാൻ ഞങ്ങൾ പ്രാപ്തരാവുകയും അങ്ങേ സമ്പൂർണതയാൽ ഞങ്ങൾ പൂരിതരാകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 11 മുതൽ 14 വരെ തിരുവചനങ്ങൾ. ക്രിസ്തുവിൽ വിശ്വസിച്ച നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നു. സഹോദരരെ, തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് ക്രിസ്തുവിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണമീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കർത്താവിൻ്റെ വചനം സത്യമാണ്. അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി. അപ്പോൾ യേശു ശിഷ്യരോട് പറയാൻ തുടങ്ങി, ഫരീസയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും, വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം.
കൊന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. യേശുനാഥൻ നൽകുന്ന വലിയൊരു സന്ദേശം ദൈവത്തിൻ്റെ വലിയ കരുതലാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വളരെ വിലപ്പെട്ടവരാണ്. നമ്മുടെ തലമുടി ഇഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അത്രയേറെ വ്യക്തിഗതമായ സ്നേഹബന്ധം ദൈവത്തിന് നമ്മോടുണ്ട് എന്ന വചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം വെളിപ്പെടുത്തുന്നതും ഈ ഒരു ജ്വലിക്കുന്ന സ്നേഹമാണ്. ആകയാൽ ഈ സ്നേഹത്തിൽ നിന്ന് നുകരുവാനും ഈ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും അങ്ങനെ തിരുഹൃദയത്തിൻ്റെ യഥാർത്ഥ ഭക്തി ഉള്ളവരായിത്തീരാനും നമുക്ക് എപ്പോഴും പരിശ്രമിക്കാം. പ്രിയ സഹോദരരെ, ഈ ബലിയർപ്പിക്കാൻ നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും മറ്റെല്ലാ സഭാ നേതാക്കന്മാരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാൽ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹം യേശുനാഥൻ്റെ തിരുഹൃദയത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങയുടെ സ്നേഹം കൂടുതൽ കൂടുതൽ നുകരുവാനും മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സ്മിത സിബിയെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആ പ്രിയദാസിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇനിയും അങ്ങയുടെ സ്നേഹത്തിൽ അവളെയും കുടുംബത്തെയും കാത്തു പാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദര മെൽവിൻ സിഗ്ബഡിഗോത്തോ, രാജേഷ് സേവ്യർ, സെബാസ്റ്റ്യൻ ക്രോസ്, തോമസ് ഡിസിൽവ, ജോസഫ് ജോർജ്, ബിയാട്രിസ് വർഗീസ് എന്നിവർക്ക് അങ്ങനത്തെ സൗഭാഗ്യം കൽപ്പിച്ചനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കണമേ. മത്സ്യബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നീക്കപ്പെടുവാനും സമൃദ്ധമായ മത്സ്യസമ്പത്ത് ലഭിക്കാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പ്രിയ മക്കളെ കൊറോണ രോഗബാധയിൽ നിന്നും മറ്റെല്ലാ തിന്മകളിൽ നിന്നും കാത്തുപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഈ കാണിക്കകളോടൊപ്പം അങ്ങ് സ്വീകരിക്കണമേ. അങ്ങയെ കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലാത്ത ഞങ്ങൾക്ക് അങ്ങ് തന്നെ താങ്ങും തണലുമായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടുള്ളണമേ. ും
വിധം നൽകുന്നു ഞാനെന്റെ ദൈവമേ. ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നിൽ ചൊരിയണേ. മണ്ണിരാശകൾ ദൂരെയാകുന്ന എൻ സ്നേഹരൂപനേ. പ്രിയ സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി കാരുണ്യവാനായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സുഖം മുഴുവൻ നിർവഹിക്കുന്നതായി അനേകരങ്ങളിൽ നിന്ന് ഇവരെ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, കന്യകയായ വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്കിൽ അങ്ങയുടെ വിസ്മയനീയ കർമ്മങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ വിശുദ്ധയുടെ പുണ്യയോഗ്യതകൾ അങ്ങേക്ക് സ്വീകാര്യമായതുപോലെ ഞങ്ങളുടെ ഈ ശുശ്രൂഷയും അങ്ങേക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങയുടെ വിസ്മയനീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണല്ലോ. അങ്ങനെ മനുഷ്യ പ്രകൃതിയെ ആദിമ കൃപാവര പദവിയിലേക്ക് അങ്ങ് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് ഇഹത്തിൽ തന്നെ അങ്ങ് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോൽ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുനാഥൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടും സന്യാസികളോടും വിശ്വാസികളോടുമൊത്ത് അങ്ങയുടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതിയായ വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്കിനോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. യേശുനാഥനെ സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് പരമമായ ആരാധന നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവം സ്നേഹപിതാവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ മക്കളായ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ അങ്ങനെയുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളെ ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ താർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് അങ്ങയുടെ സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന തിരുഹൃദയം. അവിടുത്തെ സ്നേഹവിരുന്നന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യനല്ല. നിർവാക്കു ചതിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവിന് സുഖം പ്രാപിക്കും. ക്രിസ്തുനാഥൻ്റെ ശരീരരക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. സ്നേഹം ചൊരിഞ്ഞു ഹൃദയം ഹൃദയം തിരുഹൃദയത്തിൽ നീ തിരു
സ്നേഹം ചൊരിഞ്ഞു ദിവ്യ ഹൃദയം ഹൃദയം മിശിഹ അവത്തിരുമാറു അഭയം നൽകുവാൻ മിശിഹ അവത്തിരുമാറു തുറന്നു അഭയം നൽകുവാൻ തിരുനിലവും സ്നേഹം ചൊരിഞ്ഞു ഹൃദയം ഹൃദയം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ദിവ്യദാനങ്ങൾ പങ്കുചേർന്ന് പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്കിൻ്റെ മാതൃകയാൽ യേശുവിൻ്റെ പരിത്യാഗം ഞങ്ങളുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നുകരുവാനും ആ സ്നേഹം മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭഗവൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മല
പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ.